എങ്ങനെയാ വിലയിരുത്തൽ? എന്ത് തെറ്റ് തിരുത്തല? ഇതാ തെറ്റ് തിരുത്തൽ. SIR കുഴപ്പം, ഞാൻ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് കുഴപ്പമില്ല, അത് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിർത്തിയ സ്ഥാനാർത്ഥി കുഴപ്പമാണെന്ന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അത് മിണ്ടിക്കൂടാ. സ്ഥാനാർത്ഥി പരമയോഗ്യയാണ്. സ്ഥാനാർത്ഥിയാവാൻ കേരളത്തിൽ CPM-ൽ ഏറ്റവും യോഗ്യതയുണ്ടെങ്കിൽ അത് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കാണ് എന്നാണ് ഇപ്പോഴും മാഷ് പറയുന്നത്. അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മാഷക്കും കുഴപ്പമില്ല. പിന്നെ കുഴപ്പം ഇവിടെ SIR-ന്റെ കുഴപ്പം. ഈ തളിപ്പറമ്പിൽ മാത്രമാണ് SIR. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള വിദണ്ഡവാദമല്ലേ ഇപ്പോഴും CPM ഉയർത്തുന്നത്? നിങ്ങൾ തെറ്റ് തിരുത്തുവോ? വേണമെങ്കിൽ തിരുത്തിക്കോ. ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും നിങ്ങൾ തെറ്റ് തിരുത്തണമെന്ന് നമുക്ക് ആർക്കുമില്ല. എനിക്ക് ഇനിയില്ല. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളിത് കുറെ തെറ്റ് തിരുത്താൻ ശ്രമിച്ചവരാ. ഇനി നിങ്ങൾ തിരുത്തിയാലും ശരി, തിരുത്തിയില്ലെങ്കിൽ ശരി, അത് നമ്മുടെ കാര്യമല്ല. വേണം തിരുത്തിക്കോ. പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള വിദണ്ഡവാദം ഉന്നയിക്കാൻ പാടില്ല. ഇത് ജനങ്ങളെ പരിഹസിക്കലാണ്. ഈ തളിപ്പറമ്പിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കലാണ് നിങ്ങൾ നടന്നത്. ഇപ്പോഴും തോറ്റിട്ട് പാഠം പഠിക്കാത്ത ഒരു പാർട്ടിയായിട്ട് CPM അധപ്പതിക്കല്ലേ? തോറ്റിട്ടും പാഠം പഠിക്കാത്ത ഒരു നേതാവായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി മാറുകയല്ലേ? എന്നിട്ട് പറയല്ലേ ഇന്ന് SIR ആണ് തോൽക്കാൻ കാരണം? ഇതായിപ്പം പറയും. എന്നിട്ടാണ് പറയുന്നത് തിരിച്ചു വന്നാൽ പരിശോധിക്കുക. അപ്പോൾ ഞാൻ പറയട്ടെ, ആർക്കാണ് തെറ്റുപറ്റിയത്? ആത്മാർത്ഥ സത്യസന്ധതയുണ്ടോ നിങ്ങൾക്ക്? പാർട്ടി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ പത്രങ്ങളിൽ വന്നു, റിപ്പോർട്ട് ചെയ്തു. നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി. എവിടെ പറ്റി? പയ്യന്നൂരിൽ പറ്റി, തളിപ്പറമ്പിൽ പറ്റി. അപ്പൊ തെറ്റുപറ്റി എന്ന് ആര് സമ്മതിക്കുന്നു? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നു തെറ്റ് പറ്റി. ഞാൻ ചോദിക്കട്ടെ, ആരാ തെറ്റ് തിരുത്തേണ്ടത്? തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് നിങ്ങളല്ലേ തിരുത്തേണ്ടത്? ഞങ്ങളാണോ തിരുത്തേണ്ടത്? ഞാനും കുഞ്ഞികൃഷ്ണനാണോ തിരുത്തേണ്ടത്? നിങ്ങൾക്കല്ലേ തെറ്റ് പറ്റിയത്? നിങ്ങളല്ലേ തിരുത്തേണ്ടത്? എന്നിട്ട് പറയാണ് തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരാം. ആർക്ക് തിരിച്ചു വരാം? തെറ്റ് നിങ്ങൾ തിരുത്ത്. നിങ്ങൾ തെറ്റ് തിരുത്തിയാൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നിലനിൽക്കാം. ഈ തെറ്റ് നിങ്ങൾ തിരുത്തേണ്ടതാണ്. നിങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്. നിങ്ങളാണത് പറഞ്ഞത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തതാണ് തെറ്റുപറ്റി. തെറ്റുപറ്റി എന്നാണ് പിന്നെ അത് തിരുത്തല്ലേ വേണ്ടത്? അല്ല പിന്നെ പറയട്ടെ, ഞങ്ങൾക്ക് എന്താ തെറ്റുപറ്റിയത്? ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച്, നിങ്ങളുടെ ഏകാധിപത്യ നിലപാടിനെ കുറിച്ച് പറഞ്ഞതാണോ തെറ്റ്? അങ്ങനെയാണ്. ആ തെറ്റ് എനിക്കല്ല പറ്റിയിട്ടില്ല, എനിക്ക് മാത്രമല്ല പറ്റിയിട്ടുള്ളത്, പാർട്ടിയിലുടനീളം പറ്റിയിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞതാണ് തെറ്റെങ്കിൽ അതാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. കുഞ്ഞികൃഷ്ണൻ ചെയ്ത തെറ്റ് ആ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത്, ആ കണക്കുകളെ സംബന്ധിച്ച കാര്യമാണല്ലോ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതാണല്ലോ തെറ്റ്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് തെറ്റെങ്കിൽ. എന്നാൽ ഈ പാർട്ടിയിൽ ഉടനീളം പറഞ്ഞ എന്താ? പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ശരിയായിട്ടില്ല. സ്ഥാനാർത്ഥി അംഗീകരിക്കാത്ത ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. സ്ഥാനാർത്ഥി അംഗീകരിക്കാത്ത ഒരു മണ്ഡലമാണ് പയ്യന്നൂര്. അപ്പൊ തെറ്റാർക്ക? ആ പാർട്ടി ആകെ പറഞ്ഞില്ലേ? പാർട്ടി ആകെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞതല്ലേ പറഞ്ഞത്? ഞാൻ ഒരാളല്ലല്ലോ. ഞാൻ ഒരാളെ പുറത്തു നിന്ന് അതിനെ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ടുള്ളൂ. ഞാൻ ഈ 5 വർഷവും ഉറച്ചു നിൽക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട. ആ ഉറപ്പ് ഒന്നുകൂടി നൽകിക്കൊണ്ട് ഉദ്ഘാടകനെ ഇവിടെ എത്തിയതുകൊണ്ടും മന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല.